ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കാമറൂണിൻ്റെ ദേശീയ ടീം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് കളിക്കാൻ കാമറൂണിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണത്തെ വേൾഡ് കപ്പിന് ഉള്ള യോഗ്യത അവർ കരസ്ഥമാക്കിയിട്ടില്ല. മാത്രമല്ല അവരുടെ ഫെഡറേഷൻ പ്രസിഡന്റ് അത് സാമുവൽ ഏറ്റു ആണ്. നേരത്തെ FC ബാഴ്സലോണയ്ക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഇതിഹാസമാണ് സാമുവൽ ഏറ്റു. കാമറൂണിന്റെ മോശം പ്രകടനത്തിന്റെ പേരിൽ ഏറ്റുവിന് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ ഒരു ആരോപണം ഇപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് സ്വന്തം റെക്കോർഡ് തകർക്കുമോ എന്ന ഭയത്താൽ കാമറൂൺ ടീമിൽ നിന്നും സൂപ്പർ സ്ട്രൈക്കറായ അബൂബക്കറിനെ സാമുവൽ ഏറ്റു ഒഴിവാക്കി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് മാധ്യമമായ സൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആഫ്രിക്കൻ നാഷൻസ് കപ്പിനുള്ള കാമറൂണിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ അവരുടെ സ്ട്രൈക്കറായ വിൻസെന്റ് അബൂബക്കറിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഗോളടിച്ച താരമാണ് വിൻസെന്റ് അബൂബക്കർ. എന്നാൽ ഇദ്ദേഹത്തെ ഒഴിവാക്കിയത് സാമുവൽ ഏറ്റു ആണ് എന്ന ഒരു ആരോപണം വളരെ വലിയ രൂപത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വന്തം റെക്കോർഡ് അബൂബക്കർ തകർക്കുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. അതായത് കാമറൂണിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് സാമുവൽ ഏറ്റു ആണ്. 118 മത്സരങ്ങളിൽ നിന്ന് 56 ഗോളുകളാണ് സാമുവൽ ഏറ്റു സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം അബൂബക്കർ 89 മത്സരങ്ങളിൽ നിന്ന് 45 ഗോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ അബൂബക്കർ തൻ്റെ ഈ ഒരു റെക്കോർഡ് തകർക്കുമോ എന്ന ഭയം സാമുവൽ ഏറ്റുവിന് ഉണ്ട്. അതുകൊണ്ടാണ് തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്ക്വാഡിൽ നിന്നും അബൂബക്കറിനെ ഏറ്റു ഒഴിവാക്കിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇത് കേവലം ആരോപണം മാത്രമായിക്കൊണ്ട് തുടരുകയാണ്. പക്ഷേ കാമറൂണിന്റെ ഫുട്ബോൾ അതിപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.